ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PYQ സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. 2024 നടന്ന യൂണിവേഴ്സിറ്റി LGS മെയിൻ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ഇതിലെ ചോദ്യങ്ങളും റിലേറ്റഡ് ഫാക്ട്സും ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത് 19/2024. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ലാഹോർ കോൺഗ്രസ് സമ്മേളനം. PSCയുടെ മിക്ക ക്വസ്റ്റ്യനിലും കാണുന്ന ഒരു ഭാഗമാണ് ഏത്? 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനം അല്ലെ. അപ്പൊ ഇത് നന്നായിട്ട് പഠിച്ചു വെച്ചേക്കുക. 1929 ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷനാരായിരുന്നു? ജവഹർലാൽ നെഹ്റു. ഇതിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. നെഹ്റു പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യ സമ്മേളനമാണ് 1929 ലാഹോർ സമ്മേളനം. നെഹ്റു പ്രസിഡന്റ് ആയ ആദ്യ സമ്മേളനം. എങ്കിൽ നെഹ്റു പങ്കെടുത്ത ആദ്യ INC സമ്മേളനം ഏതാ? അത് 1912 ബെങ്കിപ്പൂർ സമ്മേളനമാണ്. 1912 ബെങ്കിപ്പൂർ സമ്മേളനത്തിലാണ് നെഹ്റു ആദ്യമായിട്ട് പങ്കെടുത്തത്. ബെങ്കിപ്പൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ RN മധോൽക്കർ. RN മധോൽക്കർ ആണ് ബെങ്കിപ്പൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. ത്രിവർണ പതാക ആദ്യമായിട്ട് ഉയർത്തിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1929 ലാഹോർ സമ്മേളനം. ത്രിവർണ പതാക ആദ്യമായിട്ട് ഉയർത്തിയ കോൺഗ്രസ് സമ്മേളനം 1929 ലാഹോർ സമ്മേളനമാണ്. INC പ്രസിഡന്റായ നെഹ്റു 1929 ഡിസംബർ 31 ലാഹോറിലെ രവി നദിക്കരയിലാണ് ത്രിവർണ പതാക ആദ്യമായിട്ട് ഉയർത്തിയത്. എന്നാണ് 1929 ഡിസംബർ 31 ലാഹോറിലെ രവി നദിക്കരയിലാണ് നെഹ്റു ത്രിവർണ പതാക ആദ്യമായിട്ട് ഉയർത്തിയത്. അതേപോലെ 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചതും 29 ലാഹോർ സമ്മേളനത്തിലാണ്. 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചത് ഏത് സമ്മേളനത്തിലാണ്? 1929 ലാഹോർ സമ്മേളനത്തിൽ. കൂടാതെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചതും ഏത് സമ്മേളനത്തില്? 1929 ലാഹോർ സമ്മേളനത്തിലാണ്. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയതും 29 ലാഹോർ സമ്മേളനത്തിൽ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏത്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം നിസ്സഹരണ സമരം. ഏതാണ്? നിസ്സഹരണ സമരം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ബഹുജന പ്രക്ഷോഭമാണ് നിസ്സഹരണ സമരം എന്ന് പറയുന്നത്. 1920 ഓഗസ്റ്റ് 1 ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചത്. 1920 ഓഗസ്റ്റ് 1. 1920 കൽക്കത്തയിൽ ചേർന്ന INCയുടെ പ്രത്യേക സമ്മേളനത്തിലാണ് ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാന പ്രമേയം അവതരിപ്പിച്ചത്. ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാന പ്രമേയം അവതരിപ്പിച്ചത് എന്നാണ്? 1920 കൽക്കത്തയിൽ ചേർന്ന INC സമ്മേളനത്തില്. ഈ കൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷനാരായിരുന്നു? ലാലാ ലജ്പത് റായ്. 1920 കൽക്കത്ത പ്രത്യേക സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ലാലാ ലജ്പത് റായ്. എന്നാൽ നിസ്സഹരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയ INC സമ്മേളനം എന്ന് പറയുന്നത് 1920 നാഗ്പൂർ വാർഷിക സമ്മേളനത്തിലാണ്. നിസ്സഹരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയ സമ്മേളനം ഏതാണ്? 1920 നാഗ്പൂർ വാർഷിക സമ്മേളനം. ഈ വാർഷിക സമ്മേളനത്തിന്റെ അധ്യക്ഷൻ C വിജയരാഘവാചാരി ആയിരുന്നു. അതിന്റെ അധ്യക്ഷൻ ആരാണ്? C വിജയരാഘവാചാരി. നിസ്സഹരണ സമരത്തിന്റെ ഭാഗമായിട്ട് ഗാന്ധിജി മുന്നോട്ട് വെച്ച പ്രധാന പരിപാടികൾ എന്തൊക്കെയാന്ന് ചോദിച്ചാല് കോടതികള്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങള്, തിരഞ്ഞെടുപ്പ്, ഔദ്യോഗിക പരിപാടികള്, ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങള് മുതലായവ ബഹിഷ്കരിക്കുക, അതേപോലെ നികുതി അടക്കാതിരിക്കുക, ബ്രിട്ടീഷ് ഗവൺമെന്റ് നൽകിയ ബഹുമതികൾ, കീർത്തിമുദ്രകൾ, സ്ഥാനങ്ങൾ എന്നിവ ഉപേക്ഷിക്കുക എന്നതൊക്കെയായിരുന്നു. അപ്പോ നിസ്സഹരണ സമരത്തിന്റെ ഭാഗമായിട്ട് ഗാന്ധിജി മുന്നോട്ട് വെച്ച പ്രധാന പരിപാടികൾ എന്തൊക്കെയാണ്? കോടതികള്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങള്, തിരഞ്ഞെടുപ്പ്, ഔദ്യോഗിക പരിപാടികൾ, ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ മുതലായവ ബഹിഷ്കരിക്കുക, നികുതി അടയ്ക്കാതിരിക്കുക,
ബ്രിട്ടീഷ് ഗവൺമെന്റ് നൽകിയ ബഹുമതികള്, കീർത്തിമുദ്രകള്, സ്ഥാനങ്ങള് എന്നിവ ഉപേക്ഷിക്കുക. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണം എന്തായിരുന്നു? നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണം 1922 ഫെബ്രുവരി 5 നടന്ന ചൗരി ചൗര സംഭവമാണ്. 1922 ഫെബ്രുവരി 5 നടന്ന ചൗരി ചൗര സംഭവമാണ് നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം. ചൗരി ചൗര സംഭവത്തെ തുടർന്ന് നിസ്സഹകരണ പ്രസ്ഥാനത്തെ ഗാന്ധിജി ഹിമാലയൻ ബ്ലണ്ടർ എന്നാണ് വിശേഷിപ്പിച്ചത്. ചൗരി ചൗര സംഭവത്തെ തുടർന്ന് നിസ്സഹകരണ പ്രസ്ഥാനത്തെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? ഹിമാലയൻ ബ്ലണ്ടർ. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാനുള്ള ഗാന്ധിജിയുടെ തീരുമാനത്തെ ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് ആരാ? സുഭാഷ് ചന്ദ്രബോസ്. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാനുള്ള ഗാന്ധിജിയുടെ തീരുമാനത്തെ ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ വൈസ്രോയി ചെംസ്ഫോർഡ് പ്രഭു ആയിരുന്നു. നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ വൈസ്രോയി ആരാണ്? ചെംസ്ഫോർഡ് പ്രഭു. പിൻവലിക്കുമ്പോൾ വൈസ്രോയി റീഡിംഗ് പ്രഭു. പിൻവലിക്കുമ്പോൾ ആരാണ്? റീഡിംഗ് പ്രഭു. നിസ്സഹകരണ സമരത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ച വനിതകളാണ് ഊർമിള ദേവിയും ബാസന്തി ദേവിയും. നിസ്സഹകരണ സമരത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ച വനിതകൾ ഊർമിള ദേവി, ബാസന്തി ദേവി. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് രൂപം കൊണ്ട സ്വദേശി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏതൊക്കെയാ? അത് ജാമിയ മിലിയ ഇസ്ലാമിയ സർവകലാശാല, കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ബീഹാർ വിദ്യാപീഠം. ഏതൊക്കെയാണ്? ജാമിയ മിലിയ ഇസ്ലാമിക സർവകലാശാല, കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ബീഹാർ വിദ്യാപീഠം. ഖിലാഫത്ത് പ്രസ്ഥാനവും ദേശീയ പ്രസ്ഥാനവും ഒരുമിച്ച് പ്രവർത്തിച്ച കാലയളവ് എന്ന് പറയുന്നത് നിസ്സഹകരണ സമര കാലഘട്ടമാണ്. ഖിലാഫത്ത് പ്രസ്ഥാനവും ദേശീയ പ്രസ്ഥാനവും ഒരുമിച്ച് പ്രവർത്തിച്ച കാലയളവ് ഏതാണ്? നിസ്സഹകരണ സമര കാലയളവ്. നിസ്സഹകരണ പ്രസ്ഥാനത്തെ സഹായിക്കാനായിട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഒരു ഫണ്ടാണ് തിലക് സ്വരാജ് ഫണ്ട്. നിസ്സഹകരണ പ്രസ്ഥാനത്തെ സഹായിക്കാനായിട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഫണ്ട് ഏതാണ്? തിലക് സ്വരാജ് ഫണ്ട്. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് ആര്? ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് സുഭാഷ് ചന്ദ്രബോസ്. ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസ് 1939 രൂപീകരിച്ച പാർട്ടിയാണ് ഏത്? ഫോർവേഡ് ബ്ലോക്ക്. 1939 രൂപീകരിച്ച പാർട്ടിയാണ് ഫോർവേഡ് ബ്ലോക്ക്. നേതാജി എന്നറിയപ്പെടുന്ന ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഇദ്ദേഹത്തെ ദേശ് നായക് എന്ന് വിശേഷിപ്പിച്ച ആരാ? സുഭാഷ് ചന്ദ്രബോസിനെ ദേശ് നായക് എന്ന് വിശേഷിപ്പിച്ചത് ടാഗോർ. അതേപോലെ സുഭാഷ് ചന്ദ്രബോസിനെ ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി. ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജി. സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരുവാണ് CR ദാസ്. സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരു ആരാണ്? CR ദാസ്. സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായിട്ട് INC പ്രസിഡന്റ് ആയത് 1938 ഹരിപുര സമ്മേളനത്തിലാണ്. സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായിട്ട് INC പ്രസിഡന്റ് ആയത് ഏത് സമ്മേളനത്തിലാണ്? 1938 ഹരിപുര സമ്മേളനത്തിൽ. എന്നാൽ സുഭാഷ് ചന്ദ്രബോസ് INCയുടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ആയത് 1939 ത്രിപുരി സമ്മേളനത്തിലാണ്. സുഭാഷ് ചന്ദ്രബോസ് INCയുടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ആയത് 1939 ത്രിപുരി സമ്മേളനത്തിൽ. INCയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പ്രസിഡന്റ് ആണ് ആര്? സുഭാഷ് ചന്ദ്രബോസ്. INCയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പ്രസിഡന്റ്. വാട്ട് ഹാപ്പൻ ടു നേതാജി എന്ന പുസ്തകം രചിച്ചതാരാ? വാട്ട് ഹാപ്പൻ ടു നേതാജി? അനുജ് ധർ. ആരാണ്? അനുജ് ധർ ആണ് വാട്ട് ഹാപ്പൻ ടു നേതാജി എന്ന പുസ്തകം രചിച്ചത്. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ്. പിന്നീട് ഇന്ത്യ ഗവൺമെന്റിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുകയും ചെയ്ത വ്യക്തി. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും
ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ്. പിന്നീട് ഇന്ത്യ ഗവൺമെന്റിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുകയും ചെയ്ത വ്യക്തി ആരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നതാണ് ആര്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. എന്താണ് അതിർത്തി ഗാന്ധി? ഖുദായി ഖിദ്മത്ഗാർ എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയതും ഇദ്ദേഹമാണ്. ഇദ്ദേഹം രൂപം നൽകിയ സംഘടനയാണ് ഏത്? ഖുദായി ഖിദ്മത്ഗാർ. ചുവന്ന കുപ്പായക്കാർ എന്ന പേരിലും അറിയപ്പെടുന്ന സംഘടനയാണ് ഖുദായി ഖിദ്മത്ഗാർ. എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ചുവന്ന കുപ്പായക്കാർ. പെഷവാറിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ നേതാവാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. പെഷവാറിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ നേതാവ്. അതുപോലെ വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യകളില് നിയമലംഘന പ്രസ്ഥാനം ശക്തി പ്രാപിച്ചത് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ്. വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യകളില് നിയമലംഘന പ്രസ്ഥാനം ശക്തി പ്രാപിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാന്റെ നേതൃത്വത്തിൽ. ബാദ്ഷാ ഖാൻ, ബച്ചാ ഖാൻ എന്നെല്ലാം അറിയപ്പെടുന്നതും ഇദ്ദേഹം തന്നെയാണ്. എന്തൊക്കെയാണ്? ബാദ്ഷാ ഖാൻ, ബച്ചാ ഖാൻ, ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ആരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. 1987 ഇദ്ദേഹത്തിന് ഇന്ത്യ ഗവൺമെന്റിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന പുരസ്കാരം ലഭിച്ചു. അതേപോലെ 1967 ഇദ്ദേഹത്തിന് നെഹ്റു അവാർഡും ലഭിച്ചിട്ടുണ്ട്. അപ്പോ ഭാരതരത്ന പുരസ്കാരം ലഭിച്ചത് 1987 1967 നെഹ്റു അവാർഡും ലഭിച്ചു. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ തന്നിരിക്കുന്നവരിൽ ആരാണ് ഇന്ത്യൻ സമര കാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത്? മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചേക്കുന്നത്. ബാലഗംഗാധര തിലക്. ആരാണ്? ബാലഗംഗാധര തിലക്. ആദ്യകാലത്ത് കോൺഗ്രസിൽ രൂപം കൊണ്ട രണ്ട് വിഭാഗങ്ങളാണ് ഏതൊക്കെ? മിതവാദി വിഭാഗവും തീവ്ര ദേശീയവാദി വിഭാഗവും. ഏതൊക്കെയാണ്? മിതവാദികളും തീവ്ര ദേശീയവാദികളും. 1805 മുതൽ 1905 വരെയാണ് മിതവാദി കാലഘട്ടം. 1805 മുതൽ 1905 വരെ അറിയപ്പെടുന്നത് മിതവാദി കാലഘട്ടമാണ്. അതേപോലെ 1905 മുതൽ 1919 വരെയാണ് തീവ്ര ദേശീയവാദി കാലഘട്ടം. 1919 മുതൽ 1947 വരെ ഗാന്ധിയൻ കാലഘട്ടം എന്നാണ് അറിയപ്പെട്ടത്. മിതവാദി ഗ്രൂപ്പിലെ പ്രമുഖ നേതാക്കളാണ് ആരൊക്കെ? ദാദാഭായ് നവറോജി, ഫിറോസ് ഷാ മേത്ത, ബദറുദ്ദീൻ തിയാബ്ജി, WC ബാനർജി, ഗോപാലകൃഷ്ണ ഗോഖലെ, MG റാനഡെ, സുരേന്ദ്രനാഥ ബാനർജി മുതലായവരൊക്കെ. അപ്പോ മിതവാദി ഗ്രൂപ്പിലെ പ്രമുഖ നേതാക്കൾ ആരൊക്കെയാണ്? ഒന്നുകൂടെ പറയാം. ദാദാഭായ് നവറോജി, ഫിറോസ് ഷാ മേത്ത, ബദറുദ്ദീൻ തിയാബ്ജി, WC ബാനർജി, ഗോപാലകൃഷ്ണ ഗോഖലെ, MG റാനഡെ, സുരേന്ദ്രനാഥ ബാനർജി. ഇതില് മിതവാദികളുടെ നേതാവ് ഗോപാലകൃഷ്ണ ഗോഖലെ. മിതവാദികളുടെ നേതാവ് ആരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെ. ഇനി തീവ്ര ദേശീയവാദി വിഭാഗത്തിലെ പ്രധാന നേതാക്കളായിരുന്നു ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലക്, അരബിന്ദ ഘോഷ് മുതലായവരൊക്കെ. തീവ്ര ദേശീയവാദി വിഭാഗത്തിലെ നേതാക്കൾ ആരൊക്കെയാണ്? ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലക്, അരബിന്ദ ഘോഷ്. ഇതില് തീവ്ര ദേശീയവാദികളുടെ നേതാവ് ബാലഗംഗാധര തിലക്. തീവ്ര ദേശീയവാദികളുടെ നേതാവാരാണ്? ബാലഗംഗാധര തിലക്. ലാൽ പാൽ ബാൽ എന്നറിയപ്പെടുന്ന ആരൊക്കെയാണ്? ലാൽ പാൽ ബാൽ എന്നറിയപ്പെടുന്നത് ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലക്. ആരൊക്കെയാണ്? ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആറാമത്തെ ചോദ്യം. സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് എടുത്തുകളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏത്? സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് എടുത്തുകളഞ്ഞ ഭരണഘടനാ ഭേദഗതി 44-ാം ഭരണഘടനാ ഭേദഗതി. 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്ത ആർട്ടിക്കിൾ ഏതാ? 300A. കൂട്ടിച്ചേർത്ത ആർട്ടിക്കിളാണ് 300A. 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭേദഗതി വരുത്തിയ പട്ടികയാണ് 12-ാം പട്ടിക. ഭേദഗതി വരുത്തിയ പട്ടിക ഏതാണ്? 12-ാം പട്ടിക. 44-ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുമ്പോൾ രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡി
രാഷ്ട്രപതി ആരായിരുന്നു? നീലം സഞ്ജീവ റെഡ്ഡി. പ്രധാനമന്ത്രി മൊറാർജി ദേശായി. പ്രധാനമന്ത്രി മൊറാർജി ദേശായി. ഈ 44-ാം ഭേദഗതിയിലൂടെ വന്ന മറ്റു മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 42-ാം ഭേദഗതിയിലൂടെ ലോക്സഭയുടെയും സംസ്ഥാന നിയമസഭകളുടെയും കാലാവധി 6 വർഷമാക്കി വർദ്ധിപ്പിച്ചിരുന്നു. ഇത് 6-ൽ നിന്ന് 5 പുനഃസ്ഥാപിച്ചത് 44-ാം ഭേദഗതിയിലൂടെയാണ്. അതുപോലെ സുപ്രീം കോടതിയുടെയും ഹൈക്കോടതികളുടെയും വെട്ടിക്കുറയ്ക്കപ്പെട്ട അധികാരം പുനഃസ്ഥാപിച്ചതും 44-ാം ഭേദഗതിയിലൂടെയാണ്. പിന്നെയോ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണങ്ങളിൽ ഒന്നായ ആഭ്യന്തര അസ്വസ്ഥത എന്നത് മാറ്റി സായുധ വിപ്ലവം എന്നാക്കി മാറ്റി. എന്താണ്? ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണങ്ങളിൽ ഒന്നായ ആഭ്യന്തര അസ്വസ്ഥത മാറ്റിയിട്ട് എന്താക്കി? സായുധ വിപ്ലവം എന്നാക്കി മാറ്റി. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ആർട്ടിക്കിൾ 358 പ്രകാരം ആർട്ടിക്കിൾ 19 പ്രതിപാദിക്കുന്ന 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ നഷ്ടമാകും എന്നും കൂട്ടിച്ചേർത്തു. എന്താണ്? ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ആർട്ടിക്കിൾ 358 പ്രകാരം ആർട്ടിക്കിൾ 19 പ്രതിപാദിക്കുന്ന 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ നഷ്ടമാകുമെന്ന് കൂട്ടിച്ചേർത്തു. കൂടാതെ അടിയന്തരാവസ്ഥ സമയം ആർട്ടിക്കിൾ 20, 21 എന്നിവ സസ്പെൻഡ് ചെയ്യാൻ കഴിയില്ല എന്ന വ്യവസ്ഥയും കൂട്ടിച്ചേർത്തു. അടിയന്തരാവസ്ഥ സമയത്ത് ആർട്ടിക്കിൾ 20, 21 എന്നിവ സസ്പെൻഡ് ചെയ്യാൻ കഴിയില്ല എന്ന വ്യവസ്ഥയും 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തു. മന്ത്രിസഭയുടെ രേഖാമൂലമുള്ള ശുപാർശയിലൂടെ മാത്രമേ രാഷ്ട്രപതിക്ക് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കഴിയൂ എന്നും ഈ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തു. മന്ത്രിസഭയുടെ രേഖാമൂലമുള്ള ശുപാർശയിലൂടെ മാത്രമേ രാഷ്ട്രപതിക്ക് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കഴിയൂ എന്ന് കൂട്ടിച്ചേർത്തു. പിന്നെ ആർട്ടിക്കിൾ 352-നുള്ളിൽ ക്യാബിനറ്റ് എന്ന പദം കൂട്ടിച്ചേർത്തു. ആർട്ടിക്കിൾ 352-നുള്ളിൽ എന്ത് ചേർത്തു? ക്യാബിനറ്റ് എന്ന പദം കൂട്ടിച്ചേർത്തു. ഇതെല്ലാം 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ വന്ന മാറ്റങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 7-ാമത്തെ ക്വസ്റ്റ്യൻ. സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏത്? സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? ഹൈക്കോടതി. ഏതാണ്? ഹൈക്കോടതി. ഇന്ത്യൻ ഭരണഘടനയിൽ ഹൈക്കോടതികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 214 മുതൽ 231 വരെ. ആർട്ടിക്കിൾ 214 മുതൽ 231 വരെയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഹൈക്കോടതികളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഭാഗം 6 ആണ്. ഹൈക്കോടതികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണ്? 6. ഇന്ത്യയിൽ ആദ്യത്തെ ഹൈക്കോടതി നിലവിൽ വന്നത് എവിടെയാ? കൽക്കത്തയിൽ. 1862-ൽ കൽക്കത്തയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈക്കോടതി നിലവിൽ വന്നത്. കൽക്കത്തയ്ക്ക് പുറമെ 1862-ൽ സ്ഥാപിതമായ മറ്റ് ഹൈക്കോടതികളാണ് ബോംബെയും മദ്രാസും. കൽക്കത്തയ്ക്ക് പുറമെ 1862-ൽ സ്ഥാപിതമായ മറ്റ് ഹൈക്കോടതികൾ ഏതൊക്കെയാണ്? ബോംബെയും മദ്രാസും. ഹൈക്കോടതി നിലവിൽ വരാൻ കാരണമായ നിയമം 1861-ലെ ഇന്ത്യൻ ഹൈക്കോടതി നിയമമാണ്. 1861-ലെ ഇന്ത്യൻ ഹൈക്കോടതി നിയമപ്രകാരമാണ് ഇന്ത്യയിൽ ഹൈക്കോടതികൾ നിലവിൽ വന്നത്. ഇന്ത്യൻ ഹൈക്കോടതി നിയമം നിലവിൽ വരുമ്പോൾ വൈസ്രോയി കാനിങ് പ്രഭു. ഇന്ത്യൻ ഹൈക്കോടതി നിയമം നിലവിൽ വരുമ്പോൾ വൈസ്രോയി ആരാണ്? കാനിങ് പ്രഭു. നിലവിൽ ഇന്ത്യയിലുള്ള ഹൈക്കോടതികളുടെ എണ്ണം എത്രയാ? 25. നിലവിൽ ഇന്ത്യയിൽ 25 ഹൈക്കോടതികളുണ്ട്. ഇന്ത്യയിൽ അവസാനം നിലവിൽ വന്ന ഹൈക്കോടതിയാണ് അമരാവതി ഹൈക്കോടതി. അവസാനം നിലവിൽ വന്ന ഹൈക്കോടതി ഏതാണ്? അമരാവതി ഹൈക്കോടതി. 2019 നിലവിൽ വന്ന ആന്ധ്രാപ്രദേശിന്റെ ഹൈക്കോടതിയാണ് അമരാവതി ഹൈക്കോടതി. ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ള ഹൈക്കോടതി ഏതാ? അത് അലഹബാദ് ഹൈക്കോടതി. ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ള ഹൈക്കോടതിയാണ് അലഹബാദ് ഹൈക്കോടതി. ഇനി ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ അധികാരപരിധിയിലുള്ള ഹൈക്കോടതി ഗുവാഹത്തി ഹൈക്കോടതി. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ അധികാരപരിധിയിലുള്ള ഹൈക്കോടതി ഏതാണ്? ഗുവാഹത്തി ഹൈക്കോടതി. ഗുവാഹത്തി ഹൈക്കോടതിയുടെ അധികാരപരിധിയിലുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ആസാം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മിസോറാം. 4 സംസ്ഥാനങ്ങൾ. ആസാം, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മിസോറാം. ഹൈക്കോടതി നിലവിലുള്ള ഏക കേന്ദ്രഭരണ പ്രദേശം ഏതാ?
ഡൽഹി. ഹൈക്കോടതി നിലവിലുള്ള ഏക കേന്ദ്രഭരണ പ്രദേശമാണ് ഡൽഹി. കേരള ഹൈക്കോടതിയുടെ അധികാരപരിധിയിലുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ്. അപ്പൊ ലക്ഷദ്വീപ് ഏത് ഹൈക്കോടതിയുടെ അധികാരപരിധിയിലാണ്? നമ്മുടെ കേരള ഹൈക്കോടതിയുടെ അധികാരപരിധിയിലാണ്. 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആകെ കമ്മിറ്റികൾ എത്രയാണ്? 22. ആകെ കമ്മിറ്റികൾ 22 ആണ്. അതില് മേജർ കമ്മിറ്റികളുടെ എണ്ണം 8. മേജർ കമ്മിറ്റികൾ എത്ര? 8. അതിലൊരു മേജർ കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ. ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായ മേജർ കമ്മിറ്റികൾ ഏതൊക്കെയാ? യൂണിയൻ പവേഴ്സ് കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, സ്റ്റേറ്റ്സ് കമ്മിറ്റി. ഈ 3 കമ്മിറ്റിയുടെ അധ്യക്ഷൻ നെഹ്റു. ഏതൊക്കെയാണ്? യൂണിയൻ പവേഴ്സ് കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, സ്റ്റേറ്റ്സ് കമ്മിറ്റി. ഇനി സർദാർ വല്ലഭായ് പട്ടേൽ അധ്യക്ഷനായിട്ടുള്ള മേജർ കമ്മിറ്റികൾ ഏതൊക്കെയാ? പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, മൗലികാവകാശ ന്യൂനപക്ഷ ട്രൈബൽ കമ്മിറ്റി. 2 എണ്ണം. ഏതൊക്കെയാണ്? പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയും മൗലികാവകാശ ന്യൂനപക്ഷ ട്രൈബൽ കമ്മിറ്റിയും. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായിട്ടുള്ള മേജർ കമ്മിറ്റികളാണ് സ്റ്റിയറിംഗ് കമ്മിറ്റിയും റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയും. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായിട്ടുള്ള കമ്മിറ്റികൾ ഏതൊക്കെയാണ്? സ്റ്റിയറിംഗ് കമ്മിറ്റിയും റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റിയും. അങ്ങനെ 8 മേജർ കമ്മിറ്റികൾ. 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏത്? ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യ. ഏതാണ്? ഇന്ത്യ. എന്താണ് ഭരണഘടന? ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ആശയങ്ങളും തത്വങ്ങളും നിയമങ്ങളും അടങ്ങുന്ന ആധികാരിക പ്രമാണമാണ് എന്ത്? ഭരണഘടന എന്ന് പറയുന്നത്. ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ആശയങ്ങളും തത്വങ്ങളും നിയമങ്ങളും അടങ്ങുന്ന ആധികാരിക പ്രമാണമാണ് ഭരണഘടന. രാഷ്ട്രത്തിന്റെ ഭരണം നടത്തുന്നതിനുള്ള നിയമങ്ങൾ ആവിർഭവിക്കുന്നത് ഭരണഘടനയിൽ നിന്നാണ്. രാഷ്ട്രത്തിന്റെ ഭരണം നടത്തുന്നതിനുള്ള നിയമങ്ങൾ ആവിർഭവിക്കുന്നത് എവിടെ നിന്നാണ്? ഭരണഘടനയിൽ നിന്നാണ്. ഏതൊരു രാഷ്ട്രത്തിലും ഭരണം നടത്തുന്നത് അല്ലെങ്കിൽ ഭരണം നടക്കുന്നത് ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ്. ലോകത്ത് എഴുതപ്പെട്ടിട്ടുള്ള ഭരണഘടനയും എഴുതപ്പെടാത്തതായ ഭരണഘടനയും നിലവിലുണ്ട്. ലോകത്ത് എഴുതപ്പെട്ടിട്ടുള്ളതും എഴുതപ്പെടാത്തതുമായിട്ടുള്ള ഭരണഘടനകൾ നിലവിലുണ്ട്. ലോകത്തിലെ ആദ്യ എഴുതപ്പെട്ട ഭരണഘടന ഏതാണ്? അത് അമേരിക്കയുടെ ഭരണഘടനയാണ്. ആദ്യ എഴുതപ്പെട്ട ഭരണഘടന അമേരിക്കയുടേത്. അതുപോലെ എഴുതപ്പെട്ട ഭരണഘടനയിൽ ഏറ്റവും ചെറുതും അമേരിക്കൻ ഭരണഘടനയാണ്. എഴുതപ്പെട്ട ഭരണഘടനയിൽ ഏറ്റവും ചെറുതേതാണ്? അമേരിക്കൻ ഭരണഘടന. എഴുതപ്പെട്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ ഭരണഘടന ഇന്ത്യയുടേത്. എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യ, അമേരിക്ക, ഓസ്ട്രേലിയ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക. ഇതെല്ലാം എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യങ്ങളാണ്. ഏതൊക്കെയാണ്? ഇന്ത്യ, അമേരിക്ക, ഓസ്ട്രേലിയ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക. ഇതൊക്കെ എഴുതപ്പെട്ട അഥവാ ലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങളാണ്. അതേപോലെ അലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങൾ അഥവാ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യങ്ങളാണ് ബ്രിട്ടൻ, ഇസ്രായേൽ, ഫ്രാൻസ്, ന്യൂസിലാൻഡ് ഒക്കെ. ബ്രിട്ടൻ, ഇസ്രായേൽ, ഫ്രാൻസ്, ന്യൂസിലാൻഡ് ഇതൊക്കെ എന്താണ്? അലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങളാണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ഏതാണ്? ഇവിടെ മൗലിക അവകാശങ്ങൾ. ആമുഖത്തിന്റെ 4 ഘടകങ്ങൾ ഏതൊക്കെയാണ്? ആമുഖത്തിന്റെ 4 ഘടകങ്ങൾ. ഒന്നാമത്തേത് ഭരണഘടനയുടെ അധികാരത്തിന്റെ ഉറവിടമാണ്. അതായത് ഭരണഘടനയ്ക്ക് അധികാരം ലഭിക്കുന്നത് ജനങ്ങളിൽ നിന്നാണെന്ന് പറയുന്നു. രണ്ടാമത്തേത് ഇന്ത്യൻ സ്റ്റേറ്റിന്റെ സ്വഭാവമാണ്. അതായത് ഇന്ത്യ ഒരു
പരമാധികാര, സ്ഥിതി സമത്വ, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക് രാഷ്ട്രമാണെന്ന് പ്രഖ്യാപിക്കുന്നു. മൂന്നാമത്തേത് ഭരണഘടനയുടെ ലക്ഷ്യങ്ങളാണ്. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവ ലക്ഷ്യങ്ങളായിട്ട് ഇത് വ്യക്തമാക്കുന്നു. നാലാമത്തേത് ഏതാ? ഭരണഘടന അംഗീകരിച്ച തീയതിയാണ്. 1949 നവംബർ 26 ഭരണഘടന അംഗീകരിച്ച തീയതിയായിട്ട് വ്യവസ്ഥ ചെയ്യുന്നു. നമുക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഒന്ന് വായിച്ചാലോ? വായിക്കാം. ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു പരമാധികാര, സ്ഥിതി സമത്വ, മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും അതിലെ പൗരന്മാർക്കെല്ലാം സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യവും പദവിയിലും അവസരത്തിലും സമത്വവും സംപ്രാപ്തമാക്കുവാനും അവർക്കെല്ലാം ഇടയിൽ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യവും പുലർത്തുവാനും സഗൗരവം തീരുമാനിച്ചിരിക്കുകയാൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26 ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ബെല്ലൈക്കണിൽ ഓൾ എന്ന നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.